രാജശ്രീ ആദിസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് മാതള നാരങ്ങ അച്ചാറും ഇഞ്ചിക്കറിയുമാണ്. നേരത്തെ ഞാൻ ഇഞ്ചിക്കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തേങ്ങ ചേർക്കാത്ത ഇഞ്ചിക്കറിയാണ്. ഇത് തേങ്ങ വറുത്തരച്ച് ചേർത്ത് തയ്യാറാക്കുന്ന ഇഞ്ചിക്കറിയാണ്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണേ. ആദ്യം ഞാൻ മാതള നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ നിറയെ ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി. മാതള നാരങ്ങ ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇത് 2 ദിവസത്തേക്ക് മുൻപ് ഞാൻ ആവി കയറ്റിയിട്ട് നന്നായിട്ട് തുടച്ച് ഉപ്പിൽ അരിഞ്ഞ് വെച്ചിരുന്നതാണ്, ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. ഇത് 3ാമത്തെ ദിവസമാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഈ 3 പച്ചമുളക് നന്നായിട്ട് കഴുകി തുടച്ചതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഈർപ്പം തട്ടാതെ അച്ചാർ തയ്യാറാക്കിയാൽ ഇത് തീരുന്നതുവരെയും കേടുകൂടാതിരിക്കും. എത്ര ദിവസം വേണമോ ഈ അച്ചാർ കേടുകൂടാതിരിക്കും. വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വേവായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടൊരു 3/4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ കയ്പൊന്നും ഉണ്ടാവില്ല ഈ നാരങ്ങ അച്ചാറിന്. അങ്ങനെ രുചികരമായ മാതള നാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് ഇഞ്ചിക്കറി തയ്യാറാക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചിയാണ് തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അതൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിൽ ഇട്ട് 2 പ്രാവശ്യമായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത ഇഞ്ചിയെ ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് പിഴിഞ്ഞ് കളയണം. അപ്പോൾ അതിൻ്റെ കടുപ്പം കുറഞ്ഞിട്ടും വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും. പിഴിഞ്ഞെടുത്ത ഇഞ്ചിയെ ബൗളിൽ ഉണ്ട്. ഇതേ കണക്കിനുള്ള തേങ്ങയുമാണ് ഞാൻ എടുക്കുന്നത്. ഈ ഇഞ്ചിയും തേങ്ങയും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് വറുക്കുന്നത്. അതേ അളവിൽ തന്നെ ഞാൻ തേങ്ങയും എടുത്തിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 7-8 കഷ്ണം ഉള്ളി അരിഞ്ഞത്, എല്ലാം ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയാണ്, അതും ഇതിലേക്ക് ഇടാമെന്ന്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരുപോലെ വറവായി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 10-15 അല്ലി കുരുമുളക്, ചൂടായ പാനിലിട്ടേക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് വറുക്കാം. മീഡിയം ഫ്ലെയിമിന് മുകളിലായിട്ട് വെച്ച് തന്നെ വറുക്കണം, എന്നാലേ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകത്തില്ല. ഏകദേശം ആയിട്ടുണ്ട്. ഇനി അല്പം കൂടെ വറവായാൽ മതി. ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. വറുത്ത് വെച്ച തേങ്ങയും ഇഞ്ചിയും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലാക്കി പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി, മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ കായപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ഉലുവപ്പൊടി. പൊടികളൊന്ന് മൂത്ത ശേഷം ഇത് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തത്. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടിച്ചു വെച്ച ഇഞ്ചിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുക്കാൽ സ്പൂൺ ഉപ്പ്, പൊടി തട്ടി കൊടുക്കാം. തിള വരുമ്പോൾ തന്നെ നല്ല കുറുകി വന്നോളും. ഉരുക്കിയ ശർക്കരയാണ്, അത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. മധുരവും ഉപ്പും പുളിപ്പും എല്ലാം നല്ല കറക്റ്റായി കിട്ടും. ശർക്കര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയായ ഇഞ്ചിക്കറിയാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി ഇറക്കി വയ്ക്കാം. അങ്ങനെ രുചികരമായ ഇഞ്ചിക്കറിയും മാതള നാരങ്ങ അച്ചാറും റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.